ഹായ് ഫ്രണ്ട്സ്, ഏത് കാലാവസ്ഥയിൽ വന്നാലും കേരളത്തിലെ ഏറ്റവും ശക്തമായി കാറ്റ് വീശുന്ന സ്ഥലം കുട്ടിക്കാനത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ പരുന്തുംപാറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എക്സോഡിപ്പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ പീരിമേട്ടിലാണുള്ളത്. ഇപ്പോൾ സമയം അതിരാവിലെ 6:30 ആയിട്ടുണ്ട്. പക്ഷെ അതിരാവിലെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റ്, നല്ല കാറ്റടിക്കുന്നുണ്ട് അവിടെ. ഓ കണ്ടില്ലേ, ഇപ്പോൾ മരങ്ങളുടെയൊക്കെ ഇല ഇറങ്ങുന്ന കാണുമ്പോൾ അറിയാം, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. ഇവിടുന്ന് തേക്കടി 34 കിലോമീറ്റർ, രാമക്കൽമേടാണെങ്കിൽ 46 കിലോമീറ്റർ. പിന്നെ ഇവിടെ നിന്ന് വരത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പരുന്തുംപാറ. നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അത് രാവിലെ ഉള്ള പീരിമേടി കൂടിയുള്ള റൈഡാണ്. രാവിലെ ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. പരുന്തുംപാറ എന്ന് പറയുമ്പോൾ നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല ടോപ്പായിട്ടുള്ളൊരു പോയിൻ്റാണ്. പീരിമേടിൽ നിന്നും കറക്റ്റ് 6 കിലോമീറ്ററാണ് പരുന്തുംപാറയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം ആൾത്താമസം ഇല്ലാത്ത സ്ഥലമാണ് ഗൈസ്. കടുവകളുടെ സാന്നിധ്യമൊക്കെ ഇവിടെ ഉള്ളതാണ്. ഞാനിവിടെ വന്നു പോയൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതേ സെയിം സ്ഥലത്ത് തന്നെ രാത്രിയിൽ കടുവയെ കാണാൻ കഴിഞ്ഞത്. ഇതാണ് പരുന്തുംപാറയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് എൻട്രി ഗേറ്റും. ആൾക്കാർക്ക് ഇവിടെ ഫീസൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ നേരെയും കയറി പോന്നു. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല, ആൾക്കാരൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പാർക്ക് ഇങ്ങോട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ മേലോട്ട് പോയി നോക്കാം എവിടെ വരെ പോകാൻ പറ്റും. അതിരാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലുള്ള വിഷ്വൽസ് അതിമനോഹരമാണ് ഗൈസ്. പരുന്തുംപാറ എത്തിയിട്ടുണ്ട്. ഓ, കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റ്, ഹെവി കാറ്റ്. കിട്ടില്ല, സൗണ്ട് കണ്ടില്ല, കാറ്റിൻ്റെ സൗണ്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് കിട്ടും. ഓ സൂപ്പർ കാറ്റ്. പിന്നെ അതിരാവിലെ ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. സൂര്യൻ വെച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി വ്യൂ പോയിന്റ് ഒന്ന് കാണാൻ. കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ജാക്കറ്റ് നടന്നു പോകുമ്പോൾ സൈഡിലേക്ക് തെറ്റി മാറും പോലെ. താഴെ കാണുന്നതാണ് ആ ഒരു പാറയാണ് വ്യൂ പോയിന്റ്, പരുന്തുംപാറയിലെ വ്യൂ പോയിന്റ്. ഒരു സൈഡിലുള്ള ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പരുന്തിൻ്റെ ഫേസ് പോലെ തോന്നിക്കുന്ന പരുന്തുംപാറ. ഇതാണ് കേട്ടോ ആ ഒരു വ്യൂ പോയിന്റ്. വ്യൂ എന്നാൽ താഴോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ബാക്കി. കാറ്റ് കാരണം നമുക്ക് നേരെ നിൽക്കുമ്പോൾ തന്നെ ബാലൻസ് കിട്ടില്ല. കാരണം ജാക്കറ്റ് ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് നമുക്ക് തന്നെ ബാലൻസ് കിട്ടാത്ത രീതിയിലുള്ള ഭയങ്കര കാറ്റുണ്ട്. കാറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇവിടെ. അവിടെ നമുക്ക് സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടെ പാക്കറ്റ് എടുത്ത് വെച്ചു. അതുകൊണ്ട് ഇവിടെ ഒന്നൊരു കൂളിംഗ് ഗ്ലാസ് വരെ നമുക്ക് കണ്ണിൽ വയ്ക്കാൻ പറ്റില്ല. അതുവരെ പറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. ഭയങ്കര കാറ്റ്. സ്ത്രീകളും കുട്ടികളൊക്കെ ഇവിടെ വരുന്നവരെ ശ്രദ്ധിക്കുക. കാരണം മനുഷ്യരെ തന്നെ നമുക്ക് കാറ്റത്ത് പറന്ന് തെന്നി നീങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവരൊക്കെ കെയർഫുള്ളായിട്ട് വേണം കൊണ്ടുവരാൻ. ഇവിടുത്തെ കടയുടെയൊക്കെ ഷട്ടറിൻ്റെയൊക്കെ മേളിൽ ഷീറ്റിൻ്റെയൊക്കെ മേളിലായിട്ട് കല്ലുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അമ്മാതിരി കാറ്റാണ് കേട്ടോ. പരുന്തുംപാറയിലെ പോകുന്ന റൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് കുമിളി റൂട്ടിൽ കുറച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള റോഡുണ്ട്. അവിടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഡർ എസ്റ്റേറ്റിലോട്ടുള്ള വഴി കിട്ടും. ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വഴിക്ക് ഇവിടെ എന്താ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബോർഡങ്ങനെ വെച്ചിട്ടില്ല, നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഉള്ള മനുഷ്യരെടുത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ട്രസ്പാസേഴ്സ് നോട്ട് അലൗഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ
ഇവിടെയുള്ള മനുഷ്യർത്തൊക്കെ ചോദിച്ചപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അതൊക്കെ അതിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ആർക്ക് ശല്യം ഉണ്ടാക്കാതെ വന്നാൽ മതി, വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തിരക്കൊക്കെ കൂടിയിട്ട് ആൾക്കാർക്ക് ശല്യം ഉണ്ടാകുമ്പോഴാണ് ഇവിടെ തിരക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എപ്പോഴും. ചുറ്റും കണ്ടില്ല, നല്ല തേയിലത്തോട്ടവും നല്ല ഭംഗിയുള്ള മരവും ഒക്കെയാണ്. ഓ ബൈക്കിൽ പോകാൻ പാടില്ല? അയ്യോ, അപ്പം ഞാൻ എന്ത് ചെയ്യും ചേട്ടാ? ഇവിടെ വെച്ചിട്ട് പോട്ടെ? പുറത്താണോ? പുറത്ത് വെച്ച് നടന്നു പോകാമോ? 4 കിലോമീറ്ററാ? 4 മിനിറ്റ്. ആ ആണതെ. ഇവിടെ വെച്ചോട്ടെ ചേട്ടാ? വയ്ക്കാൻ പാടില്ല. ഇവിടെ വെച്ചോട്ടെ. അവിടെ നിന്ന് വീട് നടക്കണ്ടേ, അതുകൊണ്ടാണ് പറയണേ. ഓക്കെ ശരി വെച്ചേക്കാം. അപ്പുറത്തോട്ട് തിരിച്ചുകൊണ്ട് വയ്ക്കാം. എന്താ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലോ, അതുകൊണ്ടാണ്. കഴിച്ച് ഞാനങ്ങനെ ചാർലി മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ ലാൻഡ്ര എസ്റ്റേറ്റിനുള്ളിലെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക്, ഒരു കുളമൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ ഇവിടേക്ക് എത്താനായിട്ട് നമുക്ക് ചാർലി മൂവി ലൊക്കേഷൻ ലാൻഡ്ര എസ്റ്റേറ്റ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിൽ കിട്ടും. അത് നോക്കി നേരെ വന്നാൽ മതി. അല്ലാതെ നമുക്ക് ചോദിച്ചു വരാൻ നിന്ന് കഴിഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞു തരാൻ ഞാൻ തെറ്റും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ. കണ്ടില്ലേ, ഈ കുളമാണ് ചാർലി മൂവിയിലെ ആ ഒരു ലൊക്കേഷൻ. നല്ല ഭംഗിയുള്ള പ്ലേസ് കേട്ടോ. ചുറ്റും തേയിലത്തോട്ടവും അതിന് നടുക്ക് തണലുള്ള കുറച്ച് മരങ്ങളും ഒരു നടപ്പാതയും പിന്നെ ഇതാ ഈ ഒരു കുളവും. നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഗൈസ്, എൻ്റെ പുറകെ കാണുന്നതാണ് ലാൻഡ്ര എസ്റ്റേറ്റ്. ഇതല്ല, ലാൻഡ്ര എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചാർലി മൂവിയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് എൻ്റെ പുറകെ കാണുന്നത്. ആ ഒരു കുളവും ഈ ഒരു തേയിലത്തോട്ടവും ആ ഒരു ഏരിയയൊക്കെ കണ്ടില്ലേ. വിളിച്ചിട്ട് വരുന്നില്ലല്ലേ? ഇവിടെ കാണാനായിട്ട് ഈ ഒരു ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ ഒരു തേയിലത്തോട്ടങ്ങളുടെ ചുറ്റുമുണ്ട്. അതിൻ്റെ നടുക്കായിട്ട്, തേയിലത്തോട്ടങ്ങളുടെ നടുക്കായിട്ടൊരു ജലാശയം പോലെ ചെറിയൊരു കുളം. ദുൽഖർ സൽമാൻ അപർണയെ പിടിച്ച് തള്ളിയിടുന്ന ഒരു കുളമില്ല, ആ ഒരു കുളമാണ് കേട്ടോ ഗൈസ് ഇത്. പിന്നെ അതിനോട് ചേർന്നൊരു ചെറിയൊരു കിണർ പോലത്തെ ചെറിയൊരു കുളം പോലെ ഇവിടെയുണ്ട് സ്ഥലം. പിന്നെ നല്ല ലൊക്കേഷനാണ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിക്കൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇങ്ങോട്ട് നമുക്ക് വണ്ടികളൊന്നും സ്ഥലമില്ല, കുറച്ച് നടക്കാനേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഇവിടെ നടക്കാനേ ഉള്ളൂ. പക്ഷേ കൊള്ളാം, നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം വെച്ചാൽ ഇവിടെ അധികം വെയിലൊന്നും ഉണ്ടാവില്ല. മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കാം. ഇപ്പോൾ നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ്. ഇളം വെയിൽ വന്നിട്ടുണ്ട്, 9 മണിയായിട്ടുണ്ട്. എന്നാലും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. പരുന്തുംപാറ പോലെ അത്ര ഹെവി കാറ്റൊന്നുമില്ല. നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ്, കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. ഗൈസ്, അങ്ങനെ ലാൻഡ്ര എസ്റ്റേറ്റിൽ നിന്നും ഞാനതാ ഇവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി പീരുമേട് ചെന്നിട്ട് നേരെ വാഗമണിലേക്ക് പോകണം. അപ്പോൾ ഗൈസ്, പരുന്തുംപാറയും അതുപോലെ ചാർലി മൂവിയുടെ ലൊക്കേഷനൊക്കെ പോയിട്ട് തിരിച്ചതാ വീണ്ടും പീരുമേട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും കുറച്ച് കഴിഞ്ഞിട്ട് തിരിക്കണം. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ഞാൻ നേരെ പോകുന്നത് വാഗമണിലേക്കാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് അടുത്ത വീഡിയോയിൽ ഇനി വാഗമണിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ചേസ്.